നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസൊന്നുമല്ല. ഇതുപോലെ ചോറ് വിളമ്പാൻ ഉപയോഗിക്കുന്ന തവിക്ക് 2.5 തവി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോരം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത്ര എടുക്കുക. ചോറ് അധികം വെന്ത് കുഴഞ്ഞ് പോകാത്ത രീതിയിലുള്ളത് എടുക്കണം. ചെറിയ ഉള്ളി ഒരു 7 എണ്ണം മീഡിയം സൈസ്, അതുപോലെ വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. പിന്നെ നെയ്യ് 1 ടേബിൾ സ്പൂൺ, കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് നമ്മൾ എന്തോരം ചോറ് എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ചേരുവകൾക്ക് മാറ്റം വരുത്തണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. പാത്രം നന്നായി ചൂടായപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻ വരും. അതിൽ മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. അപ്പോൾ ഞാനെപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ വഴറ്റിയെടുത്താൽ മതി. കുറച്ച് ഡാർക്കായി കഴിഞ്ഞാൽ അതിന് കരിഞ്ഞ ടേസ്റ്റ് വരും. ഉള്ളി മൊരിഞ്ഞു തുടങ്ങുമ്പോൾ ഫ്ലെയിം സിമ്മിലിടാൻ ശ്രദ്ധിക്കണം. ഉള്ളിയുടെ ലെയേഴ്സൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഒരുവിധമൊക്കെ വിട്ട് വരും. പിന്നെ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ലഞ്ചിന് ഇപ്പം കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാനും ഒക്കെ പറ്റിയ ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരുവിധം ലെയേഴ്സൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വഴറ്റിയെടുക്കുക. ഫ്ലെയിം ശ്രദ്ധിക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോവും. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം സിമ്മിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കരുത്. അത് ആ ഭാഗത്ത് മാത്രം ചിലപ്പോൾ ഉപ്പ് കൂടുതലായി വരും. നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ നേരം വഴറ്റുകയോ ഒന്നും ചെയ്യണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യും ഉള്ളിയും ഉപ്പും ഒരേപോലെ ചോറിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്യുക. ഇപ്പോൾ ഈസി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ പപ്പടവും പിക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടാട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്തും കഴിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.